ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ നാട്ടിൽ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കാണാൻ പോവാണ്. കറണ്ടൊക്കെ ഓഫാക്കി ഇട്ടതാണ്. അപ്പോൾ വെള്ളം എവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മോനെ പഠിക്കുന്ന നഴ്സറിയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ സാധനമൊക്കെ എടുത്തേക്കാൻ ചെല്ലാൻ പറഞ്ഞിരുന്നു. ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എത്തുന്നതാണ്. അപ്പോൾ ഇനിയും മഴ തുടരുകയാണെങ്കിൽ ഇവിടം വരെ എത്തും. ഈ വീടൊക്കെ മുങ്ങലുണ്ട് വെള്ളത്തിൽ. അപ്പം മഴ ഇനി കുറഞ്ഞാൽ മതിയായിരുന്നു എന്നാണിപ്പോൾ വിചാരിക്കുന്നത്. രാത്രിയാകുമ്പം പേടിയാണ് വെള്ളം കൂടാനും. പിന്നെ അവിടെ ഒരു വൃദ്ധസദനം ഉണ്ട്. അവിടെയുള്ള ആളുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. രണ്ട് ഭാഗവും, ഒരു ഭാഗത്ത് തോടും അതിൻ്റെ തൊട്ടപ്പുറത്ത് വയൽ, അതിൻ്റെ തൊട്ടപ്പുറത്ത് പുഴയാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒന്നായിട്ട് വെള്ളം കയറും. അപ്പോൾ അതാക്കണ ഇവിടെ എത്താനായിരിക്കുന്നു. ഇവിടെ എത്തിയിട്ടുണ്ട് വെള്ളം. അപ്പോൾ ഇവിടെയൊക്കെ മൊത്തം മുങ്ങലുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയിട്ടില്ല, അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഉണ്ടായിരുന്നു. നമ്മളെ വീട്ടിലേക്കുള്ള മെയിൻ എൻട്രൻസ് വഴികളാണിപ്പോൾ. അപ്പോൾ മെയിൻ റോഡിൽ വന്ന് ഇങ്ങോട്ടാണ് വെള്ളം കയറിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ തൊട്ടപ്പുറത്തൊരു സായിബാബൻ്റെ വൃദ്ധസദനം ഉണ്ട്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. രാത്രി ഇനിയും വെള്ളം കൂടാൻ സാധ്യത ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇത്രയും വെള്ളമായിട്ടുണ്ട്. ഇവിടെ ഒരു കട ഉണ്ട്, വൃദ്ധസദനം ഉണ്ടോ, അവിടെയുള്ള ആൾക്കാരെ മാറ്റിയിട്ടുണ്ട്. പിന്നെ പള്ളിയുണ്ട്. ആ പള്ളീൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മോൻ്റെ നഴ്സറി. അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു കടയാണ്. പിന്നെ ആ ദൂരെ കാണുന്ന അതാണ് മെയിൻ റോഡ് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് വയലും പുഴയും ഒരുമിച്ചാണ്. അപ്പോൾ ഇത് കണ്ടോ, അവിടെ വയലാണ് ഒന്നാമത്. അതുകൊണ്ടാണ് വയലും അതിൻ്റെ തൊട്ടപ്പുറത്ത് തോടുണ്ട്. നല്ല നാസിൻ്റെ നഴ്സറി വെള്ളം കയറുന്നതിനെ കൊണ്ട് ഇപ്രാവശ്യം മുകളിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ കൊണ്ട് സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അംഗനവാടി കണ്ടില്ലേ, അംഗനവാടി. ഇത് സന്നദ്ധ സംഘടനയുടെ നമ്മളെ പ്രവർത്തകനാണ് കേട്ടോ. വിലക്കാണ് നമ്മളെ സഹായം. മോൻ്റെ നഴ്സറി ഇതാവുന്ന വെള്ളം കയറിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് വരാൻ മെയിൻ റോഡിൽ വന്ന് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ കറണ്ടൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഇനി എത്ര ദിവസം മഴ ഒന്ന് കുറഞ്ഞാൽ മതിയായിരുന്നു. ഏതായാലും നമ്മൾ അങ്ങാടി വരെ ഒന്ന് പോയി നോക്കാം അല്ലേ. ചെരുപ്പം അവിടെ ഊരിട്ടിട്ട് പോന്ന. കർമ്മൂസൊക്കെ എനിക്ക് കൈ കൊണ്ട് പറിക്കാം. ആ സൈഡിലേക്ക് പോവല്ലേ, പോയാ കഴിഞ്ഞു. കണ്ടോ, അവിടെ കയറ് കെട്ടിയിരിക്കുന്നു, പക്ഷെ എല്ലായിടത്തും ഒന്നുമില്ല. അപ്പോൾ ഇപ്പം പിന്നെ വണ്ടിയൊക്കെ അത്യാവശ്യം പോകുന്നുണ്ട്. അറിയാതെ വരുന്ന ആൾക്കാരിക്കും കുടുങ്ങി നിൽക്കുന്നതാണ്. അപ്പം തൊട്ടപ്പുറത്ത് കാണുന്നത് അതാക്കണ ആ വയലിൻ്റെ തൊട്ടപ്പുറത്ത് പോയാണ്, തോടുമാണ്. പള്ളിയിലൊക്കെ വെള്ളം മുങ്ങിക്കണം. അപ്പോൾ അത്യാവശ്യത്തിനുണ്ട്. ഇതാണ് മെയിൻ റോഡ് കേട്ടോ. മെയിൻ റോഡ്. പിന്നെ അത് വയലും തൊട്ടപ്പുറത്ത് പുഴയാണ്. ഇനി അത്യാവശ്യത്തിന് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം അധികം വെള്ളം ഏറിയാൽ ഇനി ഇങ്ങോട്ടും പോകാൻ കഴിയൂല. വെള്ളം കാണാൻ വന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പം മോന് വെള്ളം കാണാൻ വരാൻ ഒരേ ആഗ്രഹമായിരുന്നു. അപ്പോൾ അവനെയും കൂട്ടി വന്നതാ. കൃഷിക്കാരാണ് ഇവിടെയുള്ള കുടുങ്ങിയത് കേട്ടോ. ഇവിടെ വെള്ളം അത്രേ ഉള്ളൂ, പക്ഷെ ഇവിടേക്ക് വയലാണ്, ഇറക്കാണ്.
റോഡിൻ്റെ ഇത് മുകളിലാണ് ഇപ്പം അമ്മ നിൽക്കുന്നത്. ഇത് വയലാണ്, ഇവിടെ വലിയൊരു കുണ്ടാണ്. അപ്പം അങ്ങോട്ടേക്ക് പോയാൽ ഒരുപാട് വെള്ളമുണ്ട്, മാറിപ്പോണ്ട. ഇനി മതി. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ കണ്ട് വെള്ളമൊക്കെ കണ്ട് ഇനി അധികമൊന്നും വെള്ളം കയറാതെ ഇരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാം കേട്ടോ. നൈസാ.